നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എ കോഡാണ് എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? 3 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായത് 1ഉം 2ഉം മാത്രം. രണ്ടാമത്തെ ചോദ്യം, അഭിനവ് ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് ആര്? AV കുഞ്ഞമ്പു ആണ്. AV കുഞ്ഞമ്പു. മൂന്നാമത്തെ ചോദ്യം, 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. 1 മാത്രം ശരി. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, TC കൊച്ചുകുട്ടി അമ്മ. 4, ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1ഉം 2ഉം മാത്രമാണ്. ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. അഞ്ചാമത്തെ ചോദ്യം, 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ച അഞ്ചാമത്തെ ചോദ്യം, 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രം. ദഹ്സാല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആര്? അക്ബർ ആണ്. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. ലീഗ് ഓഫ് നേഷൻസ് വരുന്നത്. 8, 2 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. അതാണ് ഉത്തരം. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവം. 10, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിന്റെ വികസന തന്ത്രത്തിന്റെ 3 തൂണുകൾ ഏവ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 11, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം മാത്രം. 12, താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? മംഗലംപുഴ, ഇടമലയാർ. ഓപ്ഷൻ എ. 1ഉം 2ഉം മാത്രം. 13ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. പഞ്ചാബ് ഹിമാലയം, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 14, കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം 3ഉം. 15, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 2 പ്രസ്താവന തന്നിട്ടുണ്ട്. ശരിയായത് ഏതെല്ലാം? 1ഉം 2ഉം ശരിയാണ്. 16ഉം 17ഉം ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് പറയാത്തത്. ഓക്കെ. 18ാമത്തെ ചോദ്യം, ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. ബാങ്ക് നിരക്കും വേരിയബിൾ റിസർവ് ആവശ്യങ്ങളും. 19, ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയുടെ ആരോഹണ ക്രമം, കാലക്രമ പട്ടിക ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 20, 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ പുരസ്കാരത്തിന് പോൾ ആർ മിൽഗ്രാമും റോബർട്ട് ബി വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്കാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ തിയറി, ലേല സിദ്ധാന്തത്തിന്റെ പുനർനിർമ്മിതിക്കാണ്. 21, തെരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോമാറ്റ് പതിപ്പ് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. EPIC ആണ്. 22, ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻക്യാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഏതാണ്? SBI ആണ്. 23ാമത്തെ ചോദ്യം ഡൗട്ട് ഉണ്ട്. അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത്? 24, ഇന്ത്യൻ ഭരണഘടനയുടെ ഏതിലാണ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത്? ആമുഖത്തിലാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്? ഹിന്ദിയാണ്. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത്? ഓപ്ഷൻ ഡി, മുകൾ പറഞ്ഞവയെല്ലാം. 27, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ. 28, മൗലികാവകാശങ്ങൾ എന്നാൽ ഇത് തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? പിനാക്കി ചന്ദ്രഘോഷ്. 30, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത് 74ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. 31, പോക്സോയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ്.
സോളമന്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പ് ജസ്റ്റിസ് KT തോമസിന്റേതാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് അച്ചടിച്ച ഡാംബു പ്രിന്റിംഗ് കാണാൻ സാധിക്കുന്നത്? രാജസ്ഥാൻ. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവീയ പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം മുടിയേറ്റാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 36. 2021 ദേശീയ സംയോജനത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ഓപ്ഷൻ ബി താജ്മഹൽ. 37. താഴെ പറയുന്നവയിൽ പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായത് 1ഉം 3ഉം മാത്രമാണ് ശരി. മണിക ബത്ര ഏത് സ്പോർട്സ് താരമാണ്? ടേബിൾ ടെന്നീസ് ആണ്. അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആനന്ദ് നീലകണ്ഠനാണ്. ആരാണ് ബാലസമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത്? പണ്ഡിറ്റ് KP കറുപ്പൻ. ആക്സസ് ടൈം എന്നാൽ എന്താണ്? ഓപ്ഷൻ എ സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയം. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിന് ഉദാഹരണം? റൗണ്ട് റോബിൻ ആണ്. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി ഏതാണ്? സ്റ്റാർ ആണ്. റോമൻ നമ്പർ സിസ്റ്റം എന്നത്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഫ്ലോ ചാർട്ട് 1 ഡയമെൻഷണൽ ഗ്രാഫിക്സ് ആണ്. 46. ISRO ഫോം ചെയ്ത 1969. ലോക ജലദിനം മാർച്ച് 22. 2008 IT ആക്ട് 66A വകുപ്പ് ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുകയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സീറോളജി ടെസ്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നത് COVID-19 ആന്റിബോഡി പരിശോധന. ലൂയി പാസ്റ്റർ ആദ്യമായിട്ട് കണ്ടെത്തിയ വാക്സിൻ ഏത് രോഗത്തിനെ പ്രതിരോധിക്കാനാണ്? റാബിസ് ആണ്. അടുത്ത മാക്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. 3, 8, 13, 18 എന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ്? 78. 16ാമത്തെ പദം. ലഘൂകരിക്കുക സിംപ്ലിഫൈ ചെയ്യുക. ഓപ്ഷൻ ബി 16 ആണ് ഉത്തരം. അടുത്തത് 2 സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ പുതിയൊരു അനുപാതം കിട്ടും 3:5 എങ്കിൽ ആദ്യത്തെ സംഖ്യ 20. 54. 10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്രയായിരിക്കും? 9 ആയിരിക്കും. 55. 3(x-y) = 2187. 3(x+y) = 243 ആണെങ്കിൽ എക്സിന്റെ മൂല്യം 6 ആണ്. അടുത്തത് സഞ്ചരിച്ച ദൂരം കണ്ടെത്താനാണ്. 240 കിലോമീറ്റർ ആണ്. 2 സ്ത്രീകളും 5 പുരുഷന്മാരും ചേർന്ന് 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി, അങ്ങനത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഒരു പുരുഷന് അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? 36 ദിവസം എടുക്കും. 58ാമത്തെ ചോദ്യം ഓപ്ഷനിൽ ഉത്തരവ് ഇല്ല. കോൺ ആണെന്നുണ്ടെങ്കിൽ 2.6 വരും. പക്ഷെ സിലിണ്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം ഡിലീറ്റഡ് ആവാനാണ് സാധ്യത. 59. പലിശ. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇതില് തുക എത്രയാണ് കിട്ടുന്നത്? ബി ആണ്. 56,180 രൂപ. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അതില് ജീവൻ വാച്ചിന് കൊടുത്തത് 396 രൂപയാണ്. അടുത്തത് ശ്രേണിയിലെ പദം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 63 ആണ് പദം. തോക്ക്, ബുള്ളറ്റ്, ചിമ്മിനി, പുകയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒറ്റയാനെ കണ്ടെത്തുക 964 ആണ് ഉത്തരം. അടുത്തത് ടീച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ കോഡ് ചെയ്താൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 65 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 9 ആണ്. റാം മാധവന്റെ പുത്രന്റെ സഹോദരനാണ് എങ്കിൽ റാം മാധവന്റെ ആരാണ്? കൊച്ചുമകനാണ്, ഗ്രാൻഡ്സൺ. അടുത്ത ചോദ്യം ക്ലോക്ക്. ഇപ്പോൾ ക്ലോക്കിൽ കാണിച്ച യഥാർത്ഥ സമയം 4:50 ആണ്. മിനിറ്റ് സൂചി 35 മിനിറ്റിൽ കാണിക്കുന്ന കോണളവ് എത്രയാണ്? 210 ഡിഗ്രിയാണ്. ഫെബ്രുവരി 1, 2008 ബുധനാഴ്ചയാണെങ്കിൽ മാർച്ച് 4, 2008 ഞായറാഴ്ചയായിരിക്കും. അടുത്തത് ദിശയാണ്. ഓപ്ഷൻ സി തെക്ക് കിഴക്കാണ് ഉത്തരം. അടുത്തത് ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ്. റൈറ്റ് ദ സിനോണിം ഓഫ് അക്കിൻ. അക്കിന്റെ സിനോണിം എന്താണ്? സിമിലർ എന്നുള്ളതാണ് മീനിങ്. I don't know if he is coming. Here if is used to express a doubt. The house is so dirty, I really must clean it. What is the use of modal auxiliary to express obligation? അടുത്ത phrasal verb. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ran up. Dash war never solves anything. The war. അടുത്തത് adverb exactly ആണ്. അടുത്ത ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ത്രോൺ ഓഫിന്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ ഡി ടു മേക്ക് സമ്മൺ ഫോൾ ഡൗൺ സഡൻലി. 78 ദേ കാൺട്ട് ഡിസൈഡ് ഐദർ ടു ട്രാവൽ നോർത്ത് ഓർ സൗത്ത്. അടുത്തത് 79 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 80
സി ആണ്. ഐ 81 ബി ആണ്. ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ. 82 ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് ആണ്. 83 ഇൻ അഡീഷൻ ആണ് ഉത്തരം. 84 ഐ ഹാവ് സീൻ ഹർ ഡാഷ് ടൈംസ് ദിസ് ഇയർ ബട്ട് നോട്ട് വെരി ഓഫൺ മെനി. അടുത്ത ചോദ്യം വെൻ ഐ ഗോ ടു ദ ഹോസ്പിറ്റൽ ഷി വാസ് സിറ്റിംഗ് ഇൻ ദ വെയിറ്റിംഗ് റൂം. ഐ വിൽ വെയിറ്റ് അൺടിൽ ഐ സീ ഹിം. അടുത്ത ചോദ്യം ഐ വെയിറ്റഡ് അൺടിൽ 9 o'clock ആൻഡ് ദെൻ വെന്റ് ഹോം. 88 യു ഹാവ് ടു ടേക്ക് ആൻ എക്സാം ടു പാസ് ദ കോഴ്സ്. 89 മൈ ഡോട്ടർ ഈസ് ക്വൈറ്റ് ഷൈ ഹൗവർ ഷീ ഈസ് ആൻ അഗ്രസീവ് പ്ലെയർ ഇൻ ബാഡ്മിന്റൺ കോർട്ട്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് കൊളോക്കിയൽ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ 20 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. 91 ശരിയായ പദം ഏത്? ഓപ്ഷൻ എ ആണ് അവധൂതൻ. 92 അവൻ എല്ലാ ദിവസവും വരും എന്നുള്ളതാണ് ശരിയായ വാക്യം. 93 ഇൻ അക്കോർഡൻസ് വിത്ത് അതനുസരിച്ച്. 94 ഒറ്റപ്പദം എഴുതുക. ഗുരുവിന്റെ ഭാവം ഗൗരവം. 95 ഉറുമ്പ് എന്ന അർത്ഥം വരുന്ന പദം ഏത്? വമ്രി. വിപരീത പദം എഴുതുക. രസം നീരസം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? ഇലയിട്ട് ചവിട്ടുക. യാചകൻ എതിർലിംഗം എഴുതുക. യാചകിയാണ്. സലിംഗ ബഹുവചനം ലിംഗം പറയാൻ പറ്റുന്നത് മിടുക്കന്മാർ. 100 പിരിച്ചെഴുതുക. ഇന്നീ. ഇന്ന് പ്ലസ് ഇ ഇന്നീ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചോദ്യങ്ങൾ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഒരുപാട് ന്യൂ പാറ്റേൺ ചോദ്യങ്ങളാണ് വന്നത്. ഓക്കെ, അപ്പോൾ ജി കെ കൂടുതലും ന്യൂ പാറ്റേണിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാം കുഴപ്പമില്ല, നമ്മൾ സാധാരണ നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇതനുസരിച്ച് അടുത്ത 13-ാം തീയതി വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒന്ന് മാറ്റി ഈ ക്വസ്റ്റ്യൻസിന്റെ രൂപത്തിൽ, അതായത് ഈ ക്വസ്റ്റ്യൻസ് വന്ന ശൈലിയിൽ പ്രിപ്പറേഷൻസിന്റെ റൂട്ട് ഒന്ന് മാറ്റിവിടാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.